ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സോളിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് ഈ ഒരു സമയം നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. 3ഉം 7ഉമാണ് പൈൽ വെച്ചിരിക്കുന്നത്. 3 and 7ആണ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അക്കം ഏതാണ് ആ ഒരു നമ്പർ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് 3-ാം നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയം എന്തൊക്കെയാണ് ആവശ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൽ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമ്പർ 3. ഓക്കെ, നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാരുടെ കാർഡ്സ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ തിങ്ക് നിങ്ങളുടെ സോൾ നിങ്ങളടുത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതൃന്ത്യമായ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു കഴിവ് നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് മാറ്റാൻ ഒരു ഹീലറായിരിക്കാം, മേ ബി ഒരു ടാരോട്ട് കാർഡ് റീഡർ ആയിരിക്കാം, മേ ബി ഒരു ആൾക്കാരെ നല്ല രീതിക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു വ്യക്തി, ഒരു ഏഞ്ചൽ ഗൈഡൻസ് ഉള്ളൊരു വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. എങ്കിൽ പോലും നിങ്ങൾക്കത് റിയലൈസ് ആവാണ്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനിലാവുമ്പോൾ നിങ്ങളുടെ സോൾ തന്നെ നിങ്ങൾക്ക് പണി തരുന്നൊരു സിറ്റുവേഷനിലോട്ട് പോകുന്നുണ്ട്. കാരണം ഐ തിങ്ക് കൂടുതലായിട്ടും നിങ്ങളെ ഇങ്ങനെയാക്കി മാറ്റിയത് മേ ബി നിങ്ങൾ തന്നെയാണ്. ഇത്രയും ക്രൂരമായൊരു സ്വഭാവം അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാക്കി മാറ്റിയതിൻ്റെ ഏക ഉത്തരവാദി നിങ്ങളായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ട്രാക്ക് നിങ്ങൾക്ക് ചെയ്തു തരുന്ന സമയത്ത് നിങ്ങൾ അതിലൂടെ പോകാണ്ട് വേറെ എന്തൊക്കെയോ വഴി പോയതിന് ശേഷം നിങ്ങളൊരു കാട്ടാളനെ പോലെ പെരുമാറുന്നു. അതായത് മേ ബി നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കാം, മേ ബി നിങ്ങളുടെ സാഹചര്യങ്ങളായിരിക്കാം നിങ്ങളെ കൊണ്ട് അങ്ങനെ പെരുമാറിപ്പിക്കുന്നത്, മേ ബി നിങ്ങളുടെ സോളിനെ അത്രത്തോളം നിങ്ങൾ മെരുക്കിയെടുത്ത് അങ്ങനെ ആക്കിയതായിരിക്കും. പക്ഷേ ആരോടെയും ഈ ഒരു സമയം ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആരുടെയും ഒരു മനുഷ്യത്വമില്ല. കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷനാണ് പറയുന്നത്. കുറച്ച് മനുഷ്യത്വമില്ലായ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസയർ മാത്രം നോക്കി പോകുന്ന കുറച്ചധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, ഐ തിങ്ക് കുറേ അധികം ആൾക്കാർക്ക് പർപ്പസ് ഉണ്ട് എങ്കിൽ പോലും നിങ്ങളൊരു ജെന്യുവൻ പേഴ്സണാണ്. പക്ഷേ നിങ്ങളെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമായിട്ടുള്ള വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും ഇമോഷണലി കാര്യങ്ങൾ എടുക്കുന്ന കുറേ അധികം വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളെ ആൾക്കാർ കാണുന്നതിന് ഒരു ലോ വേസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഒരു സിറ്റുവേഷൻ, ഒരു ലോ എനർജിയിലുള്ളൊരു ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. പെട്ടെന്ന് ഇമോഷനിലാവുന്ന, പെട്ടെന്ന് എന്താ പറയുക, അടുത്ത് എങ്ങനെ സംസാരിക്കണം എന്ന് പോലും അറിഞ്ഞൂടാത്ത കുറേ അധികം വ്യക്തികൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫിയർ ആവുന്ന, പേടിക്കുന്ന കുറേ അധികം വ്യക്തികൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്തിനൊക്കെയോ പേടിച്ച് നിൽക്കുന്ന, ആൾക്കൂട്ടത്തിൽ ഇറങ്ങാൻ പറ്റുന്ന, സ്പിരിച്വാലിറ്റി ജേണിയിൽ കുറേ അധികം നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവർക്കൊരു പർപ്പസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രീഡം ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരുടെ അടുത്ത് മാത്രമായിരിക്കും ഇവർ സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരു വേൾഡ് തന്നെ അല്ലെങ്കിൽ ഒരു ഡോർ തന്നെ ഓപ്പൺ ആക്കാൻ വേണ്ടി ഡിവൈൻ നിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇപ്പം ഏകദേശം ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതൃന്ത്യമായൊരു കഴിവുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ട്, നിങ്ങൾക്ക് അറിവുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആൾക്കാർക്ക് അത് പകർന്ന് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അപ്പം നിങ്ങൾ പതുങ്ങിയിരിക്കരുത്. കുറേ അധികം ആൾക്കാർ എനിക്ക് കാണാൻ, നിങ്ങൾ പതുങ്ങിയിരിക്കും. എന്തൊക്കെയോ കഴിവുള്ള ആൾക്കാർ പതുങ്ങിയിരിക്കുന്ന സിറ്റുവേഷനിൽ എനിക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം ആഗ്രഹമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുക. പിന്നീട് ഇരുന്ന് റിഗ്രറ്റ് അടിച്ചിട്ട് നിങ്ങൾക്കൊന്നും നേടാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ പാഷൻ കണ്ടുപിടിച്ചിട്ട് അതിലോട്ട് ഇറങ്ങാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ആരും ഒന്നും പറയത്തില്ല, ആരും ഒന്നും ചെയ്തിരുന്നില്ല. പിന്നീട് നിങ്ങൾ ആലോചിച്ചിരുന്നിട്ട് അയ്യോ അതെനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല, അന്ന് എൻ്റെ ടൈം അങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് അതിന് കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്ത് മാക്സിമം അതിന് എഫേർട്ട് എടുക്കുക, അത് ചെയ്യുക എന്നാണ് പറയുന്നത്. അത് എത്ര ഏജ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തായിരിക്കാം, മേ ബി എന്തുമായിരിക്കാം, ചെറിയൊരു കാര്യമായിരിക്കാം, വലിയൊരു കാര്യമായിരിക്കാം, അതിലോട്ട് ഇറങ്ങുക.
നിങ്ങളുടെ പാത നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ ഡിവൈൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത്. അതിന് നിങ്ങൾക്ക് ഏജിലുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിനൊരു മടിപരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ, നിങ്ങളതിനെ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ചെയ്യാം ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത തടസ്സങ്ങൾ വരുന്നു എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അങ്ങനെ തടസ്സങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് കുറേ അധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. നിങ്ങളൊരു കാര്യം തീരുമാനിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. അത് സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങളുടെ ലൈഫ് ഡിസൈൻ ചെയ്യാനുള്ളൊരു കാര്യം നിങ്ങളുടെ കയ്യിലോട്ട് ഡിവൈൻ തന്നിട്ടുണ്ട്, പവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾ എത്രത്തോളം, നിങ്ങൾക്ക് മടിപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പം എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു കാര്യം തീരുമാനിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ ഞാനൊരു ഡിസിഷൻ വെക്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കൂടെ ഒരു പഞ്ചഭൂതങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ എപ്പോഴും ഒരു 5 പേര് കാണും. അപ്പം ഓൾ ടൈം കാണും. അപ്പം ഒരാളിരുന്നുകൊണ്ട് പറയും, ഡിസിഷൻ എടുത്തിട്ടുണ്ട്, നീ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കും ഡിസിഷൻ മാറ്റാൻ വേണ്ടി. അപ്പം ഞാൻ ആ ഡിസിഷൻ കേട്ടില്ല, നീ അത് ചെയ്യണ്ട എന്ന്, അങ്ങനത്തെ പ്രശ്നങ്ങളാവും കേട്ടോ എന്ന് പറഞ്ഞ പ്രശ്നത്തിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഡിസിഷൻ അവിടെ മാറി, മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മളൊരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷനിൽ ഉറച്ചു നിൽക്കണം. എത്ര പ്രശ്നമായാലും എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും ആ ഡിസിഷനിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു കെൽപ്പ്, മെൻറ്റാലിറ്റി, കോൺഫിഡൻസ് നമുക്ക് അതിലോട്ട് എത്തി നിൽക്കണം. കുറേ അധികം പേർക്ക് ഭയങ്കരമായ ഭയം, ആൾക്കാരെ എങ്ങനെ, എനിക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആൾക്കാരെ ട്രസ്റ്റ് ഇല്ല, നിങ്ങൾക്ക് ആൾക്കാരെ വിശ്വാസമില്ല. ആരെന്ത് പറയും, എങ്ങനെ വിശ്വസിക്കണം എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അവർ പറയുന്ന സത്യമാണ്, അവർ പറയുന്ന കള്ളമാണ്. കാരണം ആൾക്കാരടുത്ത് പരിചയപ്പെട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല, സമൂഹത്തിലൂടെ കൂടിയുള്ളൊരു എക്സ്പീരിയൻസ് ഇല്ല. സ്പിരിച്വൽ വേ ആയിട്ട് കാണാൻ പറ്റുന്നത് കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കമ്മിറ്റഡ് ആവുക. എന്തെങ്കിലും കാര്യത്തിൽ കുറേ അധികം സിറ്റുവേഷനിൽ കമ്മിറ്റഡ് ആവുക. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പലതരത്തിലുള്ള ജോബ് മീൻസ് നിങ്ങൾ ഹാപ്പിയാക്കി നിങ്ങളെ വെക്കാനുള്ളൊരു സിറ്റുവേഷൻസ്. നിങ്ങളൊരു കലാകാരനായിരിക്കാം, ഒരു കലാകാരിയായിരിക്കാം, നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ സൗന്ദര്യം കെയർ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പ്യുവർലി നിങ്ങളത് ചെയ്യേണ്ട കാര്യം ഭയങ്കരമായിട്ട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രീമിയം അക്കൗണ്ടിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ സെൽഫിലോട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഗ്രോ ചെയ്യുക. നിങ്ങൾ ഭയങ്കരമായിട്ട് ലുക്കുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു എയർ ഗൈഡൻസ് ഉണ്ട്, നിങ്ങൾക്കൊരു ഏഞ്ചൽ മാലാഖ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ വിഷമപരമായിട്ടുള്ള ലുക്കുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് ലുക്കുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ മാനസികപരമായിട്ട് എന്തൊക്കെയോ വിഷമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നിനും ആസ്വദിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾക്കൊരു ഗൈഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഈ ഗൈഡൻസ് നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത് തന്നെ ഒരു ഗൈഡൻസിന് വേണ്ടിയായിരിക്കും. ഇപ്പം ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഈ ഒരു ഗൈഡൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പല സിറ്റുവേഷനിലും എൻ്റെ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോളിലൊക്കെ പോയ സമയത്ത് ഞാൻ വിളിച്ചിട്ടുള്ള ഡിവൈൻ ഇല്ലെന്ന് പറയാൻ, ദൈവം ഇല്ലെന്ന് പറയുന്നില്ല, ദൈവമുണ്ട്. പക്ഷേ ഞാൻ പല സമയത്തും ഒറ്റയ്ക്കിരുന്ന് വിഷമിച്ച സമയത്തും ഞാൻ നെഞ്ചിൽ കൈവച്ചിട്ട് ദൈവമേ എന്ന് വിളിച്ച സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്നും ഡിവൈൻ എന്നെ സഹായിച്ചിട്ടുണ്ട്, പുറത്തു നിന്നും ഡിവൈൻ സഹായിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാത്തിനും ട്രസ്റ്റ് ചെയ്യുക മാക്സിമം. നമ്മളെ ഉള്ളിലുള്ള പവറിനെയും വെളിയിലുള്ളൊരു പവർ, വെളിയിലുള്ളൊരു അദൃശ്യമായ ഒരു ഭൂമി, നമുക്ക് വേണ്ടി ഈ ഒരു ഭൂമി ഇത്രയും ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എല്ലാ രീതിക്കും നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്ന ഡിവൈനെയും ഈ പറയുന്ന ഭൂമിയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറേ അധികം നമ്മുടെ സോളിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഭൂമിയിൽ. കാരണം ഇതൊരു അൾട്ടിമേറ്റ് ഒരു എന്താ പറയുക, നമുക്കൊരു ഗിഫ്റ്റായിട്ട് തന്നേക്കുന്നത്, ഭയങ്കര ഗിഫ്റ്റായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഭൂമിയാണിത്, ഭയങ്കര ഗിഫ്റ്റാണ് നമുക്കിത്. അപ്പം നമുക്കിവിടെ നമ്മളെ കഴിവും കാര്യങ്ങളും കണ്ടെത്തിയിട്ട് നമ്മൾ അതിലോട്ട് ഇറങ്ങി പ്രയത്നിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ ലൈഫിലോട്ട് വരും എന്നാണ് ഈ പറയുന്ന സോൾ നിങ്ങളടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളടുത്ത് പറയുന്നത്. അപ്പം കുറേ അധികം ആൾക്കാരുടെ ഒരു സംശയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെക്കൊണ്ടത് പറ്റുമോ ചെയ്ത് നോക്കിയാലേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യമാണ് ഏറ്റവും വലുത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കതിൽ സക്സസ് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ തന്നെ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ കഴിവ്, ആ കഴിവിനെ നിങ്ങളുടെ സോളിനെ നിങ്ങൾ മെരുക്കിയെടുത്ത് അതിലോട്ട് ഇറങ്ങണം. അത് എന്ത് തന്നെ, നിങ്ങൾക്ക് കുറേ അധികം കഴിവ് കാണും, അത് സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. അപ്പം ഞാൻ തന്നെ എൻ്റെ കഴിവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേഴ്സൺ റീഡിങ് വരുന്ന സമയത്ത് എനിക്ക് ഈ അറിവ് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അറിവ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ടും ഒരു ഇതിലോട്ട് പോകും. അപ്പം അത് ഞാൻ ഇങ്ങനത്തെ ഒരാളാണല്ലേ എന്ന് എനിക്ക് റിയലൈസ് ആവും. അപ്പം നിങ്ങളോട്ട് കൂടുതൽ അടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ റിയലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളെ കൂടുതൽ റിയലൈസ് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിൽ അല്ലെങ്കിൽ എല്ലാ ബ്ലോക്കേജും നിങ്ങൾക്ക് മാറി തുടങ്ങും. നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നു തുടങ്ങും. ഓപ്പർച്യൂണിറ്റി, പണം, എല്ലാ ബ്ലോക്കേജും മാറും. പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് മാറുമ്പോഴേക്കും എല്ലാ ചക്രാസും ഓണായി തുടങ്ങും. അപ്പം നിങ്ങൾക്ക് പണം എല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വെറുതെ വന്നു തുടങ്ങും. നിങ്ങൾ പോലും ആലോചിച്ചു, ഇതെങ്ങനെയാണ് ഇത്രയും പൈസ എൻ്റെ കയ്യിൽ വരുന്നത്? വെറുതെ വരും, ചുമ്മാ വരും.
ഒരു കാരണമില്ല. പൈസ വരും പോവും എന്നുള്ളതല്ല സത്യം. പൈസ എല്ലാവരുടെ അടുത്തും വരും, വന്നുകൊണ്ടേയിരിക്കും, ചുമ്മാ വന്നുകൊണ്ടിരിക്കും. ലോകത്താഴത്തും പൈസ പോകുന്നൊരു ചരിത്രമില്ല, വന്നുകൊണ്ടേയിരിക്കും. എത്ര പോയി കഴിഞ്ഞാലും തിരിച്ച് റിട്ടേൺ പൈസ വന്നുകൊണ്ടിരിക്കും. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സോളിൻ്റെ അടുത്ത് നിങ്ങൾ ബാക്കിയുള്ള അടുത്തൊരു ഹോണറായിട്ട് പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ജനനം മരണം ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ആർക്കും കൂടുതലുമില്ല കുറവുമില്ല, എല്ലാവർക്കും തുല്യമായിട്ടുള്ള സാധനമാണ് ദൈവം പകുത്തു കൊടുത്തേക്കുന്നത്. അത് കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഒരു ബട്ടൺ നമ്മളെ കയ്യിലുണ്ട്, നമുക്കത് കൂട്ടാം. ഇപ്പം എനിക്കിതിൽ ലോ ആയിട്ടുള്ള സംഭവം ഉള്ളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ലോ ആയിട്ടുള്ള ഇതേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ഉള്ളത് നമുക്കത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവം നമ്മുടെ കയ്യിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പം നമുക്കത് ചെയ്യാം. നമ്മളെ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ തന്നെ ഒരു മെഡിസിൻ ഉണ്ട്. ആ മെഡിസിൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളത്. കുറേ അധികം ആൾക്കാരുടെ കയ്യിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് യോഗ ചെയ്യാൻ അറിയാം, പഠിപ്പിച്ചു കൊടുക്കാൻ അറിയാം, മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാം, മെഡിറ്റേഷൻ പഠിപ്പിച്ചു കൊടുക്കാൻ അറിയാം. കുറേ പേരുടെ ഉള്ളിൽ എന്തൊക്കെ കിടപ്പുന്നുണ്ട്, പക്ഷേ അത് സോളിൻ്റെ ഉള്ളിൽ കിടപ്പ് ഒരു ക്രേവിംഗ് ഉണ്ട്, പക്ഷേ അത് എന്താണെന്ന് അറിയത്തില്ല. കണ്ണിന് ഭയങ്കരമായിട്ടൊരു പവറുണ്ട്, കണ്ണ് വെച്ച് എന്തൊക്കെയോ ചെയ്യാനുള്ള മേ ബി ആക്ടിങ് സ്കില്ലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇറങ്ങുക, ആക്ടിങ് സ്കില്ലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കണ്ണ് വെച്ച് അഭിനയിക്കാൻ അറിയാം, അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിലോട്ട് ഇറങ്ങുക. ചുമ്മാ നോക്കി നിന്ന് സമയം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആരും ഒന്നും നിങ്ങൾക്കിതൊന്നും ചെയ്തു തരത്തില്ല. നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങൾ അതിലോട്ട് നിങ്ങളുടെ സന്തോഷം എന്താണോ, സന്തോഷത്തിൽ ഇറങ്ങുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന പർപ്പസ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ സോൾ നിങ്ങൾ കാണിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ സന്തോഷം എന്തിലാണോ ഇരിക്കുന്നത് അതിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് എന്ന് പറയുന്നത് ഒരു ഈഗിളാണ്. നിങ്ങളുടെ ഇത് ഹയർ പർപ്പസ് ഉള്ളൊരു ഈഗിളാണ്. ഹയർ പർപ്പസ് എന്ന് പറയുമ്പോൾ ഈഗിൾസിനൊക്കെ ഭയങ്കരമായിട്ടും ഹയർ പർപ്പസ് ഉള്ളൊരു പക്ഷിയാണ്. അപ്പം ഇത് എന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് കടലിൽ പോയിട്ട് മീൻ പിടിച്ചുകൊണ്ട് പോകുന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ജീവിയാണ്. അതായത് ജസ്റ്റ് ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് അതിൻ്റെ കൂർമ്മ ബുദ്ധി ഉപയോഗിച്ചിട്ട് അത് അത്രയും വലിയൊരു കടലിൽ നിന്നും ഒരു മീനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, അതിൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ, അതിൻ്റെ ഒരു പവർ ഒന്ന് ആലോചിക്കണം. അത്രയും റിസ്ക് എടുത്തിട്ട് അത് അത്രയും വലിയ മീനെയും കൊണ്ട് പറന്ന് പോകും. അതിനുള്ളൊരു കെൽപ്പ് അതിനുണ്ട്. അപ്പം അത് റിസ്ക് എടുക്കുന്നുണ്ട്. അതിനെ കിട്ടി അതിന് അതിന് ഭയങ്കരമായിട്ടും 2 കയ്യോ അല്ലെങ്കിൽ 2 കാലില്ല, പക്ഷേ അത് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ വെച്ച് അത് ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട്. അത്രയും അധികം റിസ്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, പറക്കുന്നുണ്ട്, പറന്ന് ചിലപ്പോൾ തളരും, പക്ഷേ അത് പിന്നെയും അതിൻ്റെ ഫ്യൂച്ചർ നോക്കി പോകണം, എങ്കിൽ മാത്രമേ അതിനൊരു ഉയർച്ച ഉണ്ടാവും. അത് ഉയരത്തിൽ പറക്കാനും അതിന് ദൈവം കഴിവ് കൊടുത്തു ആ സമയത്ത്. ഓക്കെ, ഇപ്പം ഇതിനകത്ത് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സറൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യുക. നിങ്ങളുടെ സറൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഓപ്പോസിറ്റ് നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ്, ചിലപ്പോൾ ബിസിനസ്സിൽ വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. കുറേയധികം ആൾക്കാർ ബിസിനസ് പരമായിട്ടുള്ള എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഐ തിങ്ക് ബിസിനസ് പരമായിട്ട്, ഫിനാൻഷ്യൽ പരമായിട്ട്, റിലേഷൻ പരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റും നോക്കുക, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്നിട്ട് നിങ്ങളിലോട്ട് തിരിയുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, നമ്മുടെ ചുറ്റും നടക്കുന്നത് തന്നെയാണ് നമ്മളെ ഉള്ളിൽ നടക്കുന്നത്. അതേ പ്രോസസ്സ് തന്നെയാണ് എല്ലാവരിലും നടക്കുന്ന പ്രോസസ്സ് തന്നെയാണ് നമ്മളെ ഉള്ളിൽ നടക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു എനർജി ഇത് വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉള്ള സെയിം സാധനം തന്നെ. അപ്പം നമുക്കൊരു ഡിപ്രഷൻ വരുന്നത് നമുക്ക് മാത്രം തന്നേക്കുന്നില്ല. ഈ ലോകത്തുള്ള ഇത്രയും കമൻ്റ് ഇടുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം പേർക്കും എല്ലാവർക്കും ഒരേ സിറ്റുവേഷനാണ്. അപ്പം നിങ്ങളുടെ സിറ്റുവേഷനിലൂടെ കടന്നു വന്ന വ്യക്തി തന്നെയാണ് ഞാനും. അപ്പം ഈ പറയുന്ന സ്പിരിച്വാലിറ്റി ലെവലിലോട്ട് ഇറങ്ങുന്ന കുറേ അധികം ആൾക്കാരെ എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നു. ഇഷ്ടംപോലെ സ്പിരിച്വൽ ലെവലിലോട്ട് ഇറങ്ങുന്ന കുറേ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പർപ്പസ് എന്താണോ അത് നിങ്ങളുടെ പാഷൻ എന്താണ്. ചിലപ്പോൾ പൈസ ഉണ്ടാക്കുന്നതായിരിക്കും, ചിലപ്പം ഫേമസ് ആവുന്നതായിരിക്കും, ചിലപ്പം ഭയങ്കര ഹൈ പർപ്പസ് ആയിരിക്കും, ലോകം നന്നാക്കുന്നതായിരിക്കും, ജീവിതം നന്നാക്കുന്നതായിരിക്കും, ചെറിയ പർപ്പസ് ആയിരിക്കും. അപ്പം കൂടുതലും നിങ്ങളുടെ അടുത്ത് ഹോണസ്റ്റ് ആവുക, ബാക്കിയുള്ളടത്ത് ഹോണസ്റ്റായിട്ട് പെരുമാറി കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺ ടു എർത്ത് ആവുന്ന സമയത്ത് ഈ പറഞ്ഞ അഹങ്കാരം അഹംഭാഗം മാറ്റി വെച്ചിട്ട് നിങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റിയും ആരുടെടുത്തും ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഒന്നും കാണിച്ചിട്ട് കാര്യവുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ടൈംലെസ് ആവുന്ന സമയത്ത് നമ്മളിതെല്ലാം റിയലൈസ് ചെയ്യും. ഓരോ കാര്യങ്ങളും നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിലൊരു ഡിവൈൻ പവറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു വാളിരിപ്പുണ്ട്. ഈ ഒരു വാളിന് ഭയങ്കരമായിട്ടുള്ളൊരു മൂർച്ചയുണ്ട്. ഓക്കെ, ഈ നമ്മൾ ഉപയോഗിക്കും തോറും ഈ മൂർച്ച കുറഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെയും നമ്മളെടുത്തിട്ട് രാഗി മൂർച്ച വരുത്തുക. അതിനെ നമ്മൾ കൈയോട് ചേർത്ത് വെച്ച് മെഡിറ്റേഷൻ ചെയ്യുക. കാരണം ഇത് നമ്മുടെ സോളാണ്. നമ്മുടെ സോളിന് ഭയങ്കരമായിട്ട് മൂർച്ചയേറിയ ഒരു സോളാണ്. ഭയങ്കരമായിട്ട് എന്തും ചെയ്തു തരാൻ പറ്റും, എന്തും ചെയ്തു തരാൻ കെൽപ്പുള്ള, ഡിവൈൻ കണക്ഷൻ വഴി എന്തും മാറ്റി മറിക്കാൻ കഴിവുള്ളൊരു പവർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡിവൈൻ, അല്ലെങ്കിൽ നമ്മുടെ സോളിന് ചുറ്റും, നമ്മുടെ ആത്മാവിന് ചുറ്റും കുറേയധികം വലയങ്ങളുണ്ട്, കുറേയധികം ഓറകളുണ്ട്. അപ്പം
ലോകത്ത് ആർക്കും നെഗറ്റീവ് ഒന്നും ചെയ്യാൻ അങ്ങനെ ചെയ്ത് ബ്ലാക്ക് മാജിക് വഴിയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ കാര്യങ്ങൾ വഴിയോ ഒന്നും ആരെയും നശിപ്പിച്ച് അങ്ങനെ ഫുള്ളായിട്ട് കൊണ്ടുപോകും. അങ്ങനെ നശിപ്പിക്കുന്നുണ്ടെങ്കിലും തിരിച്ച് റിട്ടേൺ അവർക്ക് തന്നെ പണി കിട്ടും. അപ്പം നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി നിങ്ങളുടെ സോളിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറമെ ആർക്കും പേഴ്സൻ്റെ ഒരു താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനാണ്. അടുത്ത വീഡിയോയിലോട്ട് കാണാം. അടുത്തതായി സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ റീഡിങ് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് നോക്കാൻ പോകുന്നത്. അതായത് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ സോൾ നിങ്ങളടുത്ത് എന്താണ് പറയുന്നത്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ പൈലായ 7, 7-ാം നമ്പർ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ്. നമ്പർ 7. Number 7. Okay. നമ്പർ 7 സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് നോക്കാൻ പോകുന്നത്. കുറച്ചധികം കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് നോക്കാം, നിങ്ങളുടെ കാർഡ്സിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ കുറച്ചധികം കാർഡ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് പല എനർജി ആയതുകൊണ്ട് തന്നെ പല സിറ്റുവേഷനിലായിരിക്കും ഇത് പോകുന്നത്. അപ്പം ഐ തിങ്ക് ഓക്കെ, കുറേ അധികം ആൾക്കാരുടെ സോള് നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെപ്ത് നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഡെപ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാൻഡ് നിങ്ങൾ ക്ലിയർ ആക്കണം എന്നാണ് പറയുന്നത്. എന്തെങ്കിലും റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിലോ പെട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാൻഡ് നിങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൻ്റെ പർപ്പസ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ സോളിൻ്റെ കറക്റ്റ് ഡിസിഷൻ അല്ലെങ്കിൽ പാത്ത് നിങ്ങൾ മനസ്സിലാക്കി അതിലോട്ട് പോകണമെന്നാണ് പറയുന്നത്. കുറേ അധികം ആൾക്കാർ നിൽക്കുന്ന സിറ്റുവേഷൻ പേടിച്ച് ഭയങ്കരമായിട്ടും ട്രാക്ക് തെറ്റി നിൽക്കുന്ന കുറച്ചധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ അങ്ങനെ പഠിപ്പിച്ചതായിരിക്കും. ആരുടെ എങ്ങനെ പെരുമാറണം എന്നറിയത്തില്ല, എങ്ങനെ സഹകരിക്കണം എന്നറിയത്തില്ല, സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ ഇല്ലാത്ത ഫിയർലെസ് ആയിട്ട് ആൾക്കാരെ പേടി അല്ലെങ്കിൽ സംസാരിക്കാൻ പേടി ഭയങ്കരമായിട്ടൊരു ഡിസാസ്റ്റർ പോലത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നൊരു ടൈമായിട്ട് എനിക്കിവിടെ കുറേ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാവുന്ന ടൂള് എന്ന് പറയുമ്പോൾ കുറച്ചധികം ടൂൾസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാവുന്നത്. അത് വെച്ചായിരിക്കും നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കുറച്ചധികം ആൾക്കാരുടെ അടുത്ത് ഇവിടെ കാണാൻ പറ്റും. ഭയങ്കരമായിട്ടൊരു പേടി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു ഫിയർലെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ, അതൊരു റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഫിനാൻസിൽ എന്ത് ചെയ്യണം നിങ്ങൾക്ക് അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ അൺലോക്ക് ദ സിറ്റുവേഷൻ. ആ ഒരു ഫിയറിനെ നിങ്ങൾ അൺലോക്ക് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം. അല്ലെങ്കിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാൻഡ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ സ്റ്റാൻഡ് നിങ്ങൾ മനസ്സിലാക്കണം. ഐ തിങ്ക് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കണ്ണാടി കണ്ട നിങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ബ്രെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ സോളിൻ്റെ പവർ എന്താണെന്ന് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം. നിങ്ങൾ കണ്ണാടി കണ്ട ഒരിക്കലും നിങ്ങളുടെ ഒരു ലുക്ക് മാത്രമാണ്, അത് ദൈവം നിങ്ങൾക്ക് തന്നൊരു മനുഷ്യ ശരീരം മാത്രമായിട്ട് നിങ്ങൾ കരുതുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ ഇന്നർ എന്ന് പറയുന്നത് ഭയങ്കരമായ ബ്രില്യൻസി ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപാര കഴിവുകളുണ്ടായിരിക്കും. എഴുതാനുള്ള കഴിവുകൾ, പടം വരയ്ക്കാനുള്ള കഴിവുകൾ, ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടാറോട്ട് കാർഡ് റീഡറിനായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിനെ മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എന്തെങ്കിലും ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കൂടുതലും നിങ്ങളുടെ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്ന് അത് കണ്ടുപിടിക്കുക. എന്ത് സിറ്റുവേഷൻ തന്നെയായാലും അത് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കൂടുതൽ പോസിറ്റിവിറ്റി ആക്കാൻ നോക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവ് എന്ന് പറയുന്ന എല്ലാ മനുഷ്യന്മാരുടെ കൂട്ടത്തിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിലൊരു നെഗറ്റീവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനിക്ക് യൂസ് ചെയ്യാൻ അറിയണം. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ എൻ്റെ നെഗറ്റീവായിരിക്കും പ്രതികരിക്കുന്നത്. കാരണം എനിക്കവിടെ ഡിഫെൻഡ് ചെയ്യണം, ആ ഒരു വ്യക്തിയെ ഡിഫെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു നെഗറ്റീവ് വേണം. അപ്പം ഈ നെഗറ്റീവും പോസിറ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നെഗറ്റീവും വേണം, പോസിറ്റീവും വേണം, രണ്ടും നമ്മുടെ ഉള്ളിൽ തന്നെ വേണം. ഡിവൈൻ പവറിനെ മനസ്സിലാക്കി യൂസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒരു പവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അൺലോക്ക് ദ മാജിക്
നിങ്ങളുടെ മാജിക്കിനെ നിങ്ങൾ അൺലോക്ക് ചെയ്യണം. ഇപ്പം ഞാനൊരു റീഡറാണ്, അപ്പം ഞാൻ എൻ്റെ ഒരു മാജിക്ക് അൺലോക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഓരോ വാതിലും ഡിവൈൻ തുറന്ന് തരുന്നത്. അപ്പം ഓരോ ആൾക്കാർ വഴി വീഡിയോസ് എത്തുന്നു, ഓരോ ആൾക്കാരുടെ സിറ്റുവേഷനകത്ത് വീഡിയോസ് എത്തുന്നു, അവരെൻ്റെ അടുത്തോട്ട് വരുന്നു. അപ്പം അതൊരു മാജിക്കാണ്, ഒരു മാജിക്കൽ വേൾഡ്. ഇതൊരു മാജിക്കൽ വേൾഡ്. പ്യൂറിൽ ആയിട്ടുള്ള നമുക്ക് ഭൂമി നമുക്ക് ഒരു അമ്മയെ പോലെ തന്നിട്ട് നമുക്കിവിടെ എന്തും ചെയ്യാം. ഓക്കെ, പ്യൂറായിട്ടുള്ള എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. മാന്യമായിട്ട് ജീവിച്ചു പോകാനുള്ള എല്ലാം നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ അൺലോക്ക് ചെയ്യണം. എന്തെങ്കിലും ഫിയർ ഉണ്ട്, എന്തെങ്കിലും പേടിയുണ്ട്, എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ട്, അതിനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകണം. എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മാക്സിമം നിങ്ങൾ ഒരാളെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഒരാളെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്കുള്ള കഴിവ് മാത്രമേ നിങ്ങൾ കാണുള്ളൂ. അതിനെ കൂട്ടാനും കുറയ്ക്കാനും നിങ്ങൾക്ക് കഴിയും. പക്ഷേ കമ്പയർ ചെയ്യാണ്ടിരിക്കുക. ടേക്ക് ദ ടൈം. നിങ്ങൾ സമയം കൊടുക്കുക, റിഫ്ലക്റ്റ് ആവും. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രം ദൈവം ഒന്നും തരുന്നില്ല, നിങ്ങൾക്ക് മാത്രം ഡിവൈൻ ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒന്നും തരുന്നില്ല എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഡിവൈൻ എല്ലാം കൊടുത്ത് തന്നെയാണ് വിട്ടത്. ആർക്കും കൂടുതലും കുറവും ആയിട്ട് കൊടുത്ത് വിടുന്നില്ല. ചില ആൾക്കാരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ ആയി പോകുന്നതാണ്. പക്ഷേ കുറേ അധികം ആൾക്കാർക്കൊന്നും ഈ പറയുന്ന നിങ്ങളെ കാണുന്ന വ്യക്തി, അതായത് നിങ്ങൾ കണ്ണാടി പോയി കണ്ട് നിങ്ങൾ ആസ്വദിക്കുന്ന വ്യക്തി ആയിരിക്കത്തില്ല നിങ്ങൾ ഉള്ളിൽ കിടക്കുന്നത്. ഭയങ്കര ലുക്കും ഭയങ്കര ഗ്ലാമറും ഉള്ളൊരു വ്യക്തിയുടെ ഉള്ളിൽ കാണുന്നത് വേറൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഒട്ടും ലുക്കും ഒട്ടും ഇതില്ലാത്ത ആൾക്കാരുടെ കയ്യിലിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങളും വെച്ച് നിങ്ങൾക്ക് മെച്ചപ്പെടുത്തിയെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ബ്രില്യൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മെച്ചപ്പെടുത്തിയെടുക്കാം. കുറച്ചധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ കുറേയധികം ആൾക്കാരെ നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം. അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ബിസിനസ് പരമായിട്ടുള്ള മൈൻഡുള്ള കുറച്ചധികം ആൾക്കാരുണ്ട്. നിങ്ങളുടെ സോൾ മേ ബി അങ്ങനെ പഠിച്ചു വന്ന വ്യക്തികളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന് അത്രയും മൈസ്റ്റിക് ആയിട്ടുള്ള പവറുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സിൽ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളിനെ അങ്ങനെ പാകപ്പെടുത്തി എടുക്കുക. കാരണം ബിസിനസ്സിന് നോ ഇമോഷൻസ് ആണ്. ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ബിസിനസ്സിലാണോ ആവശ്യം, അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് ട്രിക്സ് ഉപയോഗിച്ച് ചെയ്യുന്ന കുറച്ച് പരിപാടികളാണ്. അപ്പം അതിലോട്ട് മാക്സിമം കോൺസെൻട്രേഷൻ ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് ആക്ടിങ് പരമായിട്ടാണെങ്കിൽ അതിലോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക. അപ്പം നിങ്ങൾ കൂടുതലും പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് കുറേയധികം ആൾക്കാർ പറയുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് എന്ന് പറയുന്നത് ചന്ദ്രൻ പൂർണ്ണചന്ദ്രനാവുന്നവരെന്നുള്ള സിറ്റുവേഷനാണ്. ആദ്യം നിങ്ങൾക്ക് ഒന്നും ലഭിക്കത്തില്ല, ആരും ഒന്നും അറിയത്തില്ല. പിന്നീട് നിങ്ങൾക്ക് കുറച്ച് ലഭിക്കും, പിന്നീട് കുറച്ചധികം കൂടുതൽ ലഭിക്കും. അവസാനം പൂർണ്ണചന്ദ്രനാവുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും അറിയപ്പെടുന്നത്. ആ ഒരു സമയത്തോട് നിങ്ങൾ എത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പർപ്പസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ട് കൂടുതലും എത്താൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഏജ് കഴിയുന്ന ടൈമിൽ പിന്നീട് അതിലോട്ട് എത്തിപ്പെട്ടിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗമില്ലാത്ത രീതിയിലോട്ട് പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് പറയുന്നത് നിങ്ങളുടെ സോളിനെ കൂടുതൽ മനസ്സിലാക്കും. ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ കുറേയധികം ആൾക്കാർ സ്പിരിച്വാലിറ്റിയിൽ എത്തുന്ന ഒരു ടൈമായിട്ട് കാണാൻ പറ്റും. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ദൈവവിശ്വാസമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് കണക്ക് കൂട്ടണ്ട. നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നു, ഡിവൈനെ കൂടുതൽ കണക്റ്റഡ് ആവുന്നു, എന്തൊക്കെ ഈ ലോകത്തുണ്ട് എന്ന് പഠിക്കുന്നു. ഇതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഇന്നറിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ. ആൾക്കാരെ സഹായിക്കുക, നല്ലത് മാത്രം ചെയ്യുക, പോസിറ്റിവിറ്റി ആയിട്ട് പെരുമാറാൻ നോക്കുക, എനർജി ഡ്രെയിൻ ആവാണ്ട് നോക്കുക. അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളെ ലെവലിൽ കുറച്ച് മെച്ചപ്പെടും. നിങ്ങളുടെ മെൻറ്റാലിറ്റി, നിങ്ങളുടെ മാനസികപരമായിട്ട് കാര്യങ്ങൾ ഹോണറസ്റ്റ് ആവും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങളുടെ സോളിൻ്റെ കയ്യിൽ. അപ്പം നിങ്ങളെ ശ്രവിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് ഈ ലോകത്ത് അതിനേക്കാളും വലുതായിട്ട് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെ കൂടുതൽ ശ്രവിക്കുന്ന സമയത്ത്, നിങ്ങളെ കൂടുതൽ കേൾക്കുന്ന സമയത്ത്, നിങ്ങളിലോട്ട് കൂടുതലും അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും നിങ്ങളിലോട്ട് അടുത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തരാൻ വേണ്ടി റെഡിയാവും. പിന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ട്രസ്റ്റ് വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പമുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ട്രസ്റ്റ് വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് വേണം. നിങ്ങളുടെ എല്ലാ കഴിവിനെയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ നെഗറ്റീവിനെയും നിങ്ങളുടെ പോസിറ്റീവിനെയും നിങ്ങളുടെ കുറ്റത്തിനെയും നിങ്ങളുടെ കുറവുകളെയും നിങ്ങളുടെ കൂടുതലെയും നിങ്ങൾ മനസ്സിലാക്കി അതിനെ കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുവരാം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ലുക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗൺ ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി നോക്കുക. അല്ലാണ്ട് എന്നെക്കൊണ്ട് അതിന് കഴിയില്ല, എന്നെക്കൊണ്ട് അതിന് പറ്റില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷനിലോട്ട് പോവാണ്ട് നിങ്ങളെ ചുറ്റും ആൾക്കാർ വരും. വൺ ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിലോട്ട് ഈ പറയുന്ന നിങ്ങൾക്ക് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ എല്ലാവരും നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ച് റിട്ടേൺ വരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു നെഗറ്റിവിറ്റി ഒക്കെ അനുഭവിച്ച് ഈ പ്രശ്നങ്ങളിലൊക്കെ തരണം ചെയ്ത് മാറി നിങ്ങളൊന്ന് അപ്ഗ്രേഡായി നിങ്ങൾക്ക് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാവുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് ആൾക്കാർ എല്ലാവരും ഇടിച്ച് കയറി വന്ന് നിങ്ങൾക്ക് വേണ്ടി ആൾക്ക് ഉപകാരപ്പെടും.
ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം, നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഇപ്പം ഡിവൈൻ നമ്മളിങ്ങോട്ട് വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സോളിൽ നിന്ന് നമ്മളെ ഇവിടെ ഇങ്ങോട്ട് വിട്ടെടുത്തെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മളെ എങ്ങനെ ഡിസൈൻ ചെയ്ത് ആൾക്കാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ നമ്മൾ എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റും ഈ ലോകത്ത് ബാക്കിയുള്ളവരെക്കാളും. നമുക്ക് നമ്മളെ തന്നെ ആരെയും കമ്പയർ ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു മൈസ്റ്റിക് വേൾഡിൽ, അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയിൽ നമുക്ക് നമ്മുടെ ക്രിയേറ്റർ തന്നിരിക്കുന്ന നമുക്കൊരു ആയുധം എന്ന് പറയുന്നത് നമ്മളെ സോളിനെയാണ്. അപ്പോൾ ആ സോളിനെ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ദൈവത്തിനെ തിരഞ്ഞ് വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അനന്തര ദൈവം അല്ലെങ്കിൽ അനന്തരമായിട്ടൊരു അൾട്ടിമേറ്റ് പവർ ഭൂമിയായിട്ട് നമുക്ക് കരുതാം. ഓക്കെ, ആ ഒരു അൾട്ടിമേറ്റ് എൻഡ് നമ്മൾക്ക് ഈ ഭൂമിയാണല്ലോ എല്ലാം, നമ്മൾ ഈ ഗ്രഹത്തിൽ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് ഭൂമിയായിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്താണ്, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എല്ലാം മനസ്സിലാക്കി പെരുമാറാനും നിങ്ങൾക്ക് അടുക്കാനും വേണ്ടി നിങ്ങളുടെ സോൾ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം നിങ്ങളുടെ സോളിനെ വെച്ച് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങളെ ഡിസൈൻ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ ഇപ്പോൾ ഈ സമയത്ത് പറയാനുള്ളത്. നിങ്ങളുടെ ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കി. ഈ ഐസ്ബർഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതിൻ്റെ മണ്ഡലത്തെക്കാട്ടി കൂടുതലായിരിക്കും താഴെ വശം, പക്ഷെ നമുക്ക് താഴെ കാണാൻ പറ്റില്ല. ഈ ഐസ്ബർഗിൻ്റെ നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഐസ്ബർഗ് എന്ന് പറയുന്നത് മണ്ഡഭാഗത്തിനേക്കാളും ഉള്ളിലായി ഡീപ്പായിരിക്കും താഴെ വശം. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇന്നർ മനസ്സിലാക്കുക. ജെന്യൂൻ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ പവർ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ടൈം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത്, നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആവുന്ന സമയത്ത്, നിങ്ങളുടെ കാര്യങ്ങളോട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങളിലോട്ടെത്തും. മേ ബി നിങ്ങൾക്ക് കൺമഷി എഴുതാൻ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും, കമ്മലിടാൻ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും. ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പടം വരയ്ക്കാൻ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും. വേറെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സോൾ നിങ്ങളുമായിട്ട് കൂടുതലെടുക്കും, നിങ്ങളുടെ മൈൻഡ് കൂടുതൽ ഷാർപ്പാവും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അനദർ വെർഷൻ നിങ്ങൾക്ക് സ്കിപ്പാവും. ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡി അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോയ് ആയിട്ട് നിങ്ങൾ മാറുന്നൊരു സിറ്റുവേഷനിലോട്ട് മാറും. എന്തിനേയും അഭിമുഖീകരിക്കാനുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വേണം എന്നാണ് അടുത്തതായി പറയുന്നത്. എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും എന്തിന് പ്രിപ്പറേഷൻ വേണം. നിങ്ങളുടെ സോൾ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ എന്ത് കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രിപ്പറേഷൻ വേണം, അതിനനുസരിച്ച് പെരുമാറാനുള്ളൊരു കെൽപ്പ് നിങ്ങൾക്ക് വേണം എന്നാണ് പറയുന്നത്. ടേക്ക് യുവർ ഓൺ ടൈം, നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് പെരുമാറാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻജോയ് യുവർ സക്സസ് അല്ലെങ്കിൽ എൻജോയ് യുവർ ഹാപ്പിനെസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയൊരു സിറ്റുവേഷന് പോലും. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആദ്യം ചെറിയൊരു സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നത്, ചെറിയൊരു ഹാപ്പിനെസ് ആയിരിക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഹാപ്പിനെസ് വലുതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കെൽപ്പ് നിങ്ങൾക്ക് വേണം. ഇപ്പം എക്സാമ്പിൾ എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു ചെറിയൊരു മുട്ടായി കിട്ടിയെന്ന് വിചാരിക്കുക, അത് ഒരു ഭയങ്കരമായിട്ട് നിങ്ങൾ അതിനെ സന്തോഷിക്കുക. നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ്, ആരെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് തന്നത് മുട്ടായി, ഒരു വരെ മുട്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരാൾ ഗിഫ്റ്റ് ആയിട്ടാണ് തന്നത്, ആ വ്യക്തിക്ക് എനിക്ക് എത്രത്തോളം എന്നെ ഇഷ്ടമായതുകൊണ്ടാണ് ആ വ്യക്തി എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്, ഒരു മുട്ടായി തന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കാനുള്ള സാധനമായിരിക്കും. നിങ്ങൾ ആ ചെറിയൊരു ഗിഫ്റ്റ് നിങ്ങൾ അത്രത്തോളം പ്യുവർലി ചിന്തിക്കേണ്ടത് പോസിറ്റീവായിട്ടായിരിക്കണം ചിന്തിക്കേണ്ടത്. നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. നെഗറ്റീവ് ചിന്താഗതികളാണ് നിങ്ങളെ നെഗറ്റീവിലോട്ട് നിങ്ങളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കരുതില്ല. ഓക്കെ, നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അത് സ്ട്രോങ് ആണോ അല്ലയോ എന്നുള്ള തീരുമാനമില്ല, അതിലോട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. അതിൽ ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കും. ഓക്കെ, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. ആ നെഗറ്റീവും പോസിറ്റീവും എല്ലാം നമ്മുടെ ലൈഫിൽ വരണം. അത് തരണം ചെയ്താൽ മാത്രമേ ജീവിതമുള്ളൂ. എല്ലാവരുടെ ലൈഫിലും ഉള്ള കാര്യങ്ങളാണ്. ബാക്കിയുള്ളവർ സറൗണ്ട്സിൽ നോക്കുക, എല്ലാവർക്കും ഇതേ കണത്തെ സിറ്റുവേഷൻ. ഇപ്പം എനിക്കും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അവർ സർവൈവ് ചെയ്ത് വരുന്ന സമയത്താണ് അവർക്ക് വിജയം ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവും കാര്യങ്ങളും എല്ലാം ഡിവൈൻ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കി, നിങ്ങളുടെ സോൾ പർപ്പസ് മനസ്സിലാക്കി, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി പവർ മനസ്സിലാക്കി നിങ്ങൾ മുന്നേറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അദ്രന്ത്യമായ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മാജിക്കൽ പവർ നിങ്ങളുടെ കയ്യിൽ ഉണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു ഭൂമി നിങ്ങൾക്കത് തരും, നിങ്ങൾക്കത് ലഭിക്കുന്നു. അതിനെ നിങ്ങൾ മെരുക്കി എടുത്ത് എത്രത്തോളം വിജയത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ, അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് സക്സസും ഹാപ്പിനെസ്സും ഒക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. എന്നിട്ട് നിങ്ങൾ കണ്ണാടി പോയി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും, നിങ്ങളുടെ സോളിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആ ഒരു സമയത്ത് ടൈം എടുത്ത് ചെയ്താൽ മതി. ഓരോ സ്ഥലം നിങ്ങളുടെ സോൾ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ പർപ്പസ് അറിയും. ആ ഒരു ടൈം ഇപ്പം എല്ലാവരും തേടി നടക്കുന്നത് തന്നെയാണ്. ആർക്കും ഒരു ഫുൾഫിൽ ആവത്തില്ല. ഫുൾഫിൽ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾ സോളിനെ വേണ്ടതെല്ലാം കൊടുക്കുന്ന സമയത്ത് പിന്നെയും സോൾ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കത് വേണം, ഇത് വേണം. ക്രേവിങ് ആണ് നമ്മുടെ സോളിന് മെയിൻലി. അത് ഇതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ സോൾ. കാരണം അതിന് അത്രത്തോളം ആഗ്രഹങ്ങളുണ്ട്, അടങ്ങാത്ത ആഗ്രഹങ്ങളുള്ളതാണ് നമ്മുടെ സോളിന്. അടങ്ങാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ നമ്മളെക്കാളും ഇതുള്ളതാണ് നമ്മുടെ സോളിന്. നമുക്ക് 10% ഉണ്ടെങ്കിൽ 1000% എഫക്റ്റ് ഉണ്ടാവും.
അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സോൾ നിങ്ങൾ റിഫ്ലക്റ്റ് ആവുന്ന സമയത്ത് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ലോകം നിങ്ങളാണ് നിങ്ങളുടെ ലോകം. നിങ്ങൾ കണ്ണാടി മുന്നിൽ ചെന്ന് നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് അൾട്ടിമേറ്റ് നിങ്ങളൊരു ഏഞ്ചലായിട്ട് മാലാഖയെ പോലെ നിങ്ങളെ കാണാൻ കഴിയും. നിങ്ങൾ ആ സമയത്ത് തൊട്ട് നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ തുടങ്ങും. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഇതിന് പുറമെ പേഴ്സണൽ റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.